ഗൈസ് ഗുഡ് മോർണിംഗ് അസ്സാം വലൈക്കും. അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ചെറിയൊരു വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ വ്ളോഗ് എടുക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. വലുതായി പോയി എന്നൊന്നും അറിയില്ല. അപ്പോൾ ഡെയിലി ലൈഫാണ് കേട്ടോ. കാലത്ത് നമ്മളൊരു നാലര ആയപ്പോൾ എഴുന്നേറ്റായിരുന്നു. 4:30 എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് എന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു, നിസ്കരിച്ചു, ഓതിയിരുന്നു. ഇപ്പോൾ എണീറ്റിട്ട് നമ്മളിനി ഫുഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുട്ടികൾക്ക് ഫുഡ് വേണം, ബ്രേക്ക്ഫാസ്റ്റ് വേണം, ചോറ് വേണം, ഒക്കെ വേണം. പിന്നെ നമുക്ക് നോമ്പെടുക്കാനുള്ള കുറച്ച് കറിയും പത്തിരിയും എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയും വെക്കണം. പിന്നെ വൈകിട്ട് നമുക്ക് എന്തായാലും ബാക്കി പരിപാടികൾ നോക്കാം. അപ്പം ഞാനിതാ പരിപാടി തുടങ്ങുകയാണ്. പണികൾ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പം കണ്ടുനോക്കിയാൽ കുറേയൊക്കെ മിസ്സായി പോകും, കുറേയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. ബേബി എണീറ്റിട്ടുണ്ട്. ബേബി ആ സമയമായപ്പം ഞങ്ങളെ കൂടെ എണീറ്റിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അവൾ കിടന്നുറങ്ങി. എന്നിട്ട് ഇപ്പോൾ എണീറ്റ് ഫ്രഷായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി വെണ്ണീറൊക്കെ വാരണം. പിന്നെ ഇതാ വെള്ളം ഇത് കഴുകിയിട്ട് അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി പാത്രങ്ങളൊക്കെ ഒഴിച്ച് കഴുകാനുണ്ട്. ചോറുണ്ട്, ചോറ് കുറച്ചുണ്ട്. അത് നമ്മുടെ പേളിക്കും പൂച്ചയ്ക്കും കോഴികൾക്കൊക്കെ കൊടുക്കണം. വേസ്റ്റ് കളയാനുണ്ട്. അതെല്ലാം കളഞ്ഞ് പാത്രമൊക്കെ കഴുകി നമ്മൾ അടുപ്പിൽ തീ കൂട്ടാൻ പോവാണ്. എന്നിട്ട് കളാം. സോ നമ്മൾ കറി ഉണ്ടാക്കി, ഉപ്പേരി ഉണ്ടാക്കി, പിന്നെ അപ്പം ഉണ്ടാക്കി, എല്ലാവരും ചായയോടെ കഴിഞ്ഞ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പോൾ മോർണിംഗ് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവരെ പഠിപ്പിക്കുകയാണ്. കാരണം എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർ പഠിപ്പിക്കുകയാണ്. പിന്നെ ഇന്നലെ നൈറ്റ് ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ എന്തായാലും മോർണിംഗ് പോവുകയാണ്, ജോലിയുണ്ട്. അപ്പോൾ അത് കാരണം അവൻ പോവുകയാണ്. അപ്പോൾ അത് പോകുമ്പോൾ എല്ലാവരും കൂടി ഓക്കെ ടാറ്റ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പോവുകയാണ്. പിന്നെ നമ്മുടെ പണികൾ കുട്ടികൾക്ക് എന്തായാലും ഫുഡ് വേണം. അപ്പോൾ നമ്മളിതാ ചിക്കൻ കറി ഒരു സൈഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പേരിയും ചോറും കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചക്കയാണ് കേട്ടോ അത്. അപ്പോൾ ചക്കത്തോരനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം റെഡിയായി. ഫുഡ് എന്തായാലും ഉച്ചയ്ക്ക് കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോൾ അത് കാരണം സൺഡേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ സൺഡേ എന്തായാലും ലീവ് ആണല്ലോ. ഇതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ നോമ്പറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കുറേ ജ്യൂസ് ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ മുന്തിരി ഉണ്ട്, മുന്തിരി ജ്യൂസും മാങ്ങ ജ്യൂസും, പിന്നെ സമാം ഉണ്ടായിരുന്നു, സമാമും പിന്നെ നാരങ്ങ വെള്ളം കേട്ടോ. നാരങ്ങ വെള്ളം എന്നല്ല, ലൈമായിട്ട് മിൻ്റൊക്കെ ഇട്ടിട്ടുള്ള ലൈമായിട്ടാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇത്രയും ജ്യൂസ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഇത് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് അതിനനുസരിച്ച് കൊണ്ടുകൊടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞു. എല്ലാ ക്ലാസ്സുകളും കഴുകി വെച്ചു. അപ്പം നോമ്പ് തുറന്നു, വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു, നിസ്കാരം കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് നേരം ഓതാൻ പോവാണ് ഗൈസ്. അത് കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കത്തുള്ളൂ. ഓക്കെ. അപ്പോൾ ഒരുവിധമെല്ലാം കഴിഞ്ഞു. ഇനി വേണം, കുട്ടികൾക്ക് എക്സാമാണ്. അപ്പം ഇനി പഠിപ്പിക്കണം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ്. പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. പത്തിരി എന്തായാലും കുഴച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുട്ടികൾക്ക് കുറച്ച് ഉണ്ടാക്കി കൊടുക്കുക അവർ സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും. അപ്പോൾ രാവിലെ തന്നെ പത്തിരി ഉണ്ടാക്കുകയാണ്. ഫുഡൊക്കെ ഉണ്ടാക്കണം, നമുക്ക് റെഡിയാക്കി വെക്കണം. എന്നാലേ നോമ്പ് തുറക്കുമ്പോഴേക്കും നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ ടൈം കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിൽ ഇപ്പോൾ കുഴച്ചിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. അവർക്ക് ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് പത്തിന് കൊടുക്കണം. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഈവനിങ് ആണ്. ഈവനിങ് നമ്മൾ സമൂസ ഉണ്ടാക്കി കേട്ടോ. എപ്പോഴും നമ്മൾ പൊരിക്കടികൾ ഉണ്ടാക്കാറില്ല. അപ്പോൾ സമൂസയാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാ വീഡിയോയും കൂടി 2 ദിവസത്തെ വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ടാണ്. ഡേ ഇൻ ലൈഫ് നോമ്പായത് കാരണം നമുക്കതിന് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കാനുള്ളൊരു ടൈം കണ്ട് കിട്ടുന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് ടൈം നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് കാരണം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ലൈക്ക്, കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടതാണെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ താങ്ക് യു.